സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട കോഴ വിവാദത്തിൽ ആദ്യ പരാതിയുമായി താളൂർ സ്വദേശി രംഗത്ത്. ജോലി വാഗ്ദാനം നൽകി കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം വാങ്ങി വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി താളൂർ അപ്പോഴാത്ത് പത്രോസാണ് പരാതി നൽകിയത്. മരണപ്പെട്ട DCC ട്രഷറർ NM വിജയനും UK പ്രേമൻ സക്കറിയ മണ്ണിൽ CT ചന്ദ്രൻ എന്നിവർ ഇടനിലക്കാരായി പണം വാങ്ങിയെന്നാണ് പത്രോസിന്റെ പരാതി. 3 ലക്ഷം തിരികെ നൽകി. ഇനി ലഭിക്കാനുള്ളത് 19 ലക്ഷമാണെന്നും പരാതിയിലുണ്ട്. ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന പൈസ. അത് കഴിഞ്ഞപ്പോൾ ആണ് ഒരു ദിവസം എന്നോട് വന്ന് വച്ചിട്ട് അത് പിന്നെ താഴെ ഇവിടെ ഒരു ജോലി ഉണ്ട്, അത് ഞാൻ ശരിയാക്കി തരാം, അവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പൈസയില്ലാന്നപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞാകമുള്ള ഒരു വണ്ടിയാണ്. ഇത്രയും പൈസ അവൻ്റെ കിടക്കുമ്പോൾ പിന്നെ അത് ഊരി കിട്ടാൻ വേണ്ടി ഞാൻ വണ്ടി വളരെ സങ്കടത്തോടുകൂടി തന്നെ കൊടുത്തത്. ആദ്യമായിട്ട് വാങ്ങിയതല്ലേ. അത് കഴിഞ്ഞ് 18, 19, 20 ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു രൂപരേഖ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രേമനായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രേമം പറഞ്ഞതിൻ്റെ ഞാൻ ഈ പൈസ ഞാൻ ഒറ്റയ്ക്കല്ല എടുത്തത്. ഇങ്ങനെ വിജയേട്ടനും സക്കറിയ മണ്ണിത്തോട്ടം ഇവരൊക്കെയാണ് കൂടി എടുത്തതെന്ന്. സക്കറിയ മണ്ണിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ വിജയേട്ടന് ബത്തേരി മെഡിക്കൽ സ്റ്റോറുണ്ട്, ബത്തേരി പോയി കണ്ടു. വിജയേട്ടൻ്റെ അടുത്ത് നിന്ന് പിന്നെ എഴുത്ത് ഓഫീസിൽ ചെന്ന് വിജയേട്ടൻ എനിക്ക് എഗ്രിമെൻറ്റ് തന്നു. തന്നതെന്ന് വെച്ചാൽ എഗ്രിമെൻറ്റും 3 ചെക്കും തന്നു. 3 ലക്ഷം രൂപയുടെ 3 ചെക്കും തന്നു. ഈ ചെക്ക് മാറാൻ ചെന്ന് നോക്കുമ്പോൾ അതിൽ പൈസയില്ല. IC ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന അന്നത്തെ DCC നേതൃത്വത്തിന് 17 ലക്ഷം നൽകിയെന്ന ഐസക് താമരച്ചാൽ എന്ന കർഷകന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചത്. 22 ലക്ഷം വാങ്ങിയാൽ 3 ലക്ഷം തിരികെ ലഭിച്ചെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വർഷങ്ങളായി ബാങ്ക് ജോലിക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ട പലരും വരും ദിവസങ്ങളിൽ പരാതിയുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.